നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ കുറച്ചൊക്കെ മാറ്റിയാലേ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതായത് നിങ്ങളൊരു ആൺകുട്ടിയുടെ പാരന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവരെ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മക്കൾ നമ്മുടെ കോപ്പി കാറ്റ്സ് ആണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത് അതാണ് അവർ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് പഠിപ്പിച്ചു കൊടുക്കണമെന്നില്ല. അതുകൊണ്ട് ഒരു ഭർത്താവാണെന്നുണ്ടെങ്കിൽ ഭാര്യയെയും അല്ലെങ്കിൽ മകളെയും ഗ്രാൻഡ് പാരൻസിനെയും ഒക്കെ റെസ്പെക്ട് ചെയ്യാനും അവരെ പരിഗണിക്കാനും ആദ്യം സ്വയം ശ്രമിക്കുക, എന്നാൽ അവനത് ഇമിറ്റേറ്റ് ചെയ്തോളും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി. അതായത് നീ ആൺകുട്ടിയാണ്, അതുകൊണ്ട് നീ പാത്രം കഴുകണ്ട, നീ അടിച്ചു വാരണ്ട, ഇതിൽ നിന്നെല്ലാം വ്യത്യാസപ്പെടുത്തിയിട്ട് എന്താണോ പെൺകുട്ടി ചെയ്യുന്നത് അത് തന്നെ ആൺകുട്ടികൾക്കും ചെയ്യാൻ കൊടുക്കുക. അവരും വളരട്ടെ, എന്നാലേ നാളെ ഒരു പെൺകുട്ടീനെ കൊണ്ടുവരുമ്പോഴത്തേക്കും അവൾ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് എല്ലാം അവളുടെ തലയിൽ ഏൽപ്പിക്കാതെ അവളെ ഹെൽപ്പ് ചെയ്യാനുള്ള ആ ഒരു മെന്റാലിറ്റി അവനിൽ വളർന്നു വരുള്ളൂ. മൂന്നാമത്തെ കാര്യം ഇമോഷണലി എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കുക. ആൺകുട്ടി ആയതുകൊണ്ട് കരയരുത് എന്നുള്ള ആ ഒരു നിയമം അങ്ങോട്ട് മാറ്റുക. അങ്ങനെ ഒരു നിയമം ഇല്ല. അവന് മനുഷ്യക്കുഞ്ഞല്ലേ, അവനും കരയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് കരഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അവരെ കളിയാക്കാൻ നിൽക്കണ്ട. അത് അവരിലെ എമ്പതി വളർത്തിയെടുക്കുകയുള്ളൂ. നാലാമത്തേത് അച്ഛന്മാരോടാണ്. അതായത് നിങ്ങളാണ് ആൺകുട്ടികളുടെ റോൾ മോഡൽസ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ സത്യസന്ധരായിരിക്കുക, ഡിസിപ്ലിൻഡ് ആയിരിക്കുക, റെസ്പെക്ട്ഫുൾ ആയിരിക്കുക, റെസ്പോൺസിബിൾ ആയിരിക്കുക, അമ്മയോട് സ്നേഹം കാണിക്കുക, അവരെ പരിഗണിക്കുക, മക്കളോട് അതുപോലെ കാണിക്കുക. എപ്പോഴും നിങ്ങളെ കണ്ടുകൊണ്ടാണ് അവർ വളരുന്നത്. നല്ലൊരു തലമുറയെ വളർത്തിയെടുക്കാൻ നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ള എല്ലാവരും ശ്രമിച്ചാൽ ഇന്നത്തെ സാഹചര്യങ്ങളെയൊക്കെ ഒരുപാട് മാറ്റാൻ സാധിക്കും. ഹാപ്പി മോർണിംഗ്.